അതായത് സ്വർണവിലയിൽ നമ്മൾ കുറച്ച് മാസങ്ങളായി വില ഭയങ്കരമായിട്ട് കൂടുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ 3-4 ദിവസങ്ങളായി വില ഭയങ്കരമായി കുറയുകയാണ്. ഇത് 3-4 ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ് ഇത് കുറയാനുള്ള കാരണം. ഒന്ന്, ഈ US ചൈന ട്രേഡിന്റെ ആ ടെൻഷൻസ് ഒക്കെ ഇപ്പൊ കുറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് മറ്റത് മറിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ US ഇപ്പോൾ കുറയ്ക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ആ ട്രേഡിലുള്ള ടെൻഷൻസ് ഒക്കെ മാറി. അപ്പോൾ ഗോൾഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിൽ കവിഞ്ഞ് മറ്റുള്ള പല മേഖലയിലേക്കും ഇൻവെസ്റ്റ്മെന്റുകൾ മാറാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിന്റെ പോളിസീസ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ സ്വാഭാവികമായും ഗോൾഡ് വാങ്ങുന്നതിനുള്ള ഇൻട്രസ്റ്റ് കുറയുകയും മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ US ഡോളർ ഇപ്പോൾ വളരെ സ്ട്രോങ് ആവുകയാണ്. സാധാരണ US ഡോളർ സ്ട്രോങ് ആകുമ്പോൾ ഗോൾഡ് റേറ്റ് സ്വാഭാവികമായും കുറയും. അതുപോലെ തന്നെ US ഇപ്പോൾ ജോബ് സാധ്യതകളൊക്കെ ഗോൾഡ് റേറ്റ് കുറയാനുള്ള ഒരു സാധ്യതകളിലേക്കാണ് പോകുന്നത്. ജോലി സാധ്യതകൾ വരുമ്പോൾ ആൾക്കാർക്ക് അതിലേക്ക് ആ രീതിയിലുള്ള ക്യാഷ് ഇടപാടുകളിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും ഗോൾഡ് വിറ്റുകൊണ്ട് ആയിരിക്കും അങ്ങനെയുള്ള മാറ്റങ്ങളിലേക്ക് മാറുന്നത്. അതും ഈ ഗോൾഡ് റേറ്റിനെ കുറയാനുള്ള സാധ്യതകളിൽ ഒന്നാണ്. അപ്പോൾ ഇത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റഡി അല്ലാത്ത കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്ന കച്ചവടത്തെ ശരിക്കും ബാധിക്കും. കാരണം കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചോളം അവരും ഒരു ഡയലമയിലാകും. ഇത് എന്ത് മേടിക്കണമോ വാങ്ങണമോ, ഇനിയും കുറയുമോ അതോ ഇനി കൂടുമോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷനിലേക്ക് പോകുമ്പോൾ വ്യാപാരത്തെ അത് നേരെ തിരിച്ച് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. പോസിറ്റീവ് സൈഡ് ഉണ്ടോ? കാരണം നേരത്തെ ഈ താങ്കൾ പറഞ്ഞതുപോലെ കുത്തനെ സ്വർണ്ണവില കൂടുമ്പോൾ ആളുകൾ സ്വർണ്ണത്തിൽ നിന്ന് അകന്നു പോകേണ്ട ഒരു, കാരണം ആളുകളുടെ കയ്യിൽ ഇത് വാങ്ങേണ്ട ഒരു കാശൊക്കെ ഉണ്ടാകണമല്ലോ. ഈ ഒരു സമയത്ത് സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണ്ണവില കുറഞ്ഞു നിൽക്കുമ്പോൾ ആളുകൾ കൂടുതലായി സ്വർണം വാങ്ങാനുള്ള ഒരു പ്രവണത ഉണ്ടാകുമോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ കുറയുമ്പോൾ ഉള്ള പ്രശ്നം പറയുമ്പോൾ കുറഞ്ഞാലും കൂടിയാലും അത് സ്റ്റഡി ആയിട്ട് കുറെ ദിവസങ്ങളിൽ നിന്നാൽ മാത്രമേ ജനങ്ങൾക്ക് അത് വാങ്ങണമോ വിൽക്കണമോ എന്നുള്ള അഭിപ്രായത്തിലേക്ക് എത്തുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ കുറഞ്ഞ അവസ്ഥയിൽ ഇനിയും കുറയും, എന്നാൽ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം, അങ്ങനെ വരുമ്പോഴും കച്ചവടം കുറയും. കൂടിയാലും ഇനി കൂടിപ്പോവുകയല്ലേ, കുറഞ്ഞിട്ട് വാങ്ങാം എന്നുള്ള അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ അപ്പം ഗോൾഡ് റേറ്റ് ഒരു മിനിമം റേറ്റ്, ഒരു ആവറേജ് റേറ്റിൽ സ്റ്റഡിയായി നിന്നാൽ മാത്രമേ കൊടുക്കൽ വാങ്ങൽ നടക്കുകയുള്ളൂ. അതാണ് ആ വ്യാപാരത്തിലുള്ള വ്യത്യാസം. അത് ഈ വ്യാപാരികളെ പ്രതികൂലമായിട്ടാകും ബാധിക്കുന്നതാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ തന്നെ വില കൂടിയപ്പോൾ കടകളിലൊക്കെ കച്ചവടങ്ങള് ഒരു 60% കുറഞ്ഞിരിക്കുകയാണ്. കാരണം സ്വാഭാവികമായും വില കൂടുമ്പോൾ ഉപഭോക്താക്കളെ സംബന്ധിച്ചോളം ആ ഒരു വന്ന് വാങ്ങാനും സാധാരണഗതിയിലുള്ള കമ്മല് മാറി ഒന്ന് പുതിയതെടുക്കാം, അല്ലെ മോതിരം മാറി ഒന്ന് പുതിയതെടുക്കാം, അങ്ങനെയുള്ള ഒരു ചിന്തകൾ പോലും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അത്യാവശ്യത്തിന് വന്ന് കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുക എന്നതിൽ കവിഞ്ഞ് സാധാരണ കച്ചവടങ്ങളെല്ലാം കുറയുകയാണ് ഇപ്പോൾ. അത് ഈ ചെറുകിട വ്യാപാരികളെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ സ്വാഭാവികമായും ഈ വിവാഹം പോലെയുള്ള ആഘോഷങ്ങൾക്കാകുമല്ലോ ഇത്തരത്തിൽ ഒരു കൂടിയ അളവിൽ സ്വർണം എടുക്കുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായും വലിയ ജ്വല്ലറികളിൽ അല്ലെങ്കിൽ കൂടുതൽ പുതിയ ഡിസൈനുകൾ അതൊക്കെ നോക്കി പോകുന്നതാകാം. ഒരുപക്ഷെ ഈ ഒരു പുതിയ തലമുറയിൽ സ്വർണത്തിന്റെ ഈ ഡെയിലി ഉള്ള ഉപയോഗങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അത്തരത്തിൽ അപ്പോൾ ഈ ചെറുകിട വ്യാപാരികൾക്കൊക്കെ വലിയ തിരിച്ചടി തന്നെ ആവുകയില്ലേ? തീർച്ചയായിട്ടും. ചെറുകിട ഇടത്തരം വലിയ വ്യാപാരികളെ സംബന്ധിച്ചോളവും
എല്ലാവർക്കും ഇത് ബാധിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെയാണ് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇടത്തരം കൊച്ചു വ്യാപാരികളെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു ഇനി കച്ചവടം മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കാതെ പലരും നിർത്തിപ്പോകേണ്ട ഒരു അവസ്ഥ വരും. പലരും നിർത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ സംസ്ഥാനത്തിന്റെ കണക്കെടുക്കുമ്പോൾ പല ജില്ലകളിലും കടകൾ ഒത്തിരി പൂട്ടിക്കഴിഞ്ഞു. ഇനിയും പൂട്ടാനുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു വളരെ നെഗറ്റീവായ ഒരു ഇമ്പാക്റ്റ് ആണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.